ഓക്കെ, അപ്പൊ ഇതിൽ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൽ നോക്കുക 500 100 കിലോഗ്രാം 100 കിലോഗ്രാമിനെ എടുക്കുകയാണ്. 100 കിലോഗ്രാം ബ്ലോക്ക് എടുത്ത് മുകളിലോട്ട് കിലോഗ്രാം വേണ്ട 100 × 9.8 ഉണ്ട്. 100 G മുകളിലോ താഴോട്ടും ടെൻഷൻ മുകളിലോട്ടും. അപ്പൊ ഇതിന്റെ എഫിസികളുടെ എന്താണ് എം എ ആണ് ഫോർമുല. അപ്പം 100 G മൈനസ് T ഈസ് ഈക്വൽ ടു എന്താണ് 100 A. 100 ആക്സലറേഷൻ ഓഫ് ബി ആണിത്. അപ്പൊ ആക്സലറേഷൻ ഓഫ് ബി ഇക്വേഷൻ നമ്പർ 1. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ബ്ലോക്ക് ഓക്കെ. എടുക്കുകയാണെങ്കിൽ 300 കിലോഗ്രാം ബ്ലോക്ക് എടുത്തു. അത് മുകളിലോട്ട് എന്താണ് 2T ഉണ്ട്, 2T. താഴോട്ട് എന്താണ് 300 G. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ 2T മൈനസ് 300 G അല്ലേ ഈസ് ഈക്വൽ ടു 300 ഇൻറ്റു ആക്സലറേഷൻ ഓഫ് എ. അപ്പൊ ഇവിടെ നമുക്ക് നേരത്തെ അറിയാം 2T വന്നുകൊണ്ട് ആക്സലറേഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ ഹാഫ് ദി ആക്സലറേഷൻ ഓഫ് ബി ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ നമ്മൾ ഇത് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 2T മൈനസ് 300 G ഈസ് ഈക്വൽ ടു 300 ഇൻറ്റു ഹാഫ് ദി ആക്സലറേഷൻ ഓഫ് ബി. ഓക്കെ, അപ്പൊ ഇത് ഇക്വേഷൻ നമ്പർ 2. അപ്പൊ അതായത് 150 എന്ന് വരും. അതായത് ഇതിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 1/2 ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 100 G മൈനസ് T ഡിവൈഡഡ് ബൈ 2T മൈനസ് 300 G ഈസ് ഈക്വൽ ടു മുകളിലത്തെ 100 A B ആക്സലറേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ 300/2 എത്ര? 150 ആക്സലറേഷൻ ഓഫ് ബി. അപ്പൊ ആക്സലറേഷൻ ഓഫ് ബിയും ആക്സലറേഷൻ ഓഫ് ബി ക്യാൻസൽ ആവും. നമുക്ക് അതിൽ നിന്ന് കിട്ടും ടെൻഷൻ കിട്ടും. ടെൻഷൻ എടുത്ത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുകയാണെങ്കിൽ ആക്സലറേഷൻ ഓഫ് ബി കിട്ടും. ടെൻഷൻ എടുത്ത് ആക്സലറേഷൻ എ സെക്കൻഡ് ഇക്വേഷൻ കൊടുക്കുകയാണെങ്കിൽ ആക്സലറേഷൻ ഓഫ് എ കിട്ടും. ഇങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്.